ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പ്രധാന തടസ്സം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മടി തന്നെയാണ് അല്ലേ? അപ്പോൾ ബാക്കി എല്ലാവരെക്കാളും കൂടുതലായിട്ട് നമുക്കറിയാം നമ്മുടെ മടി മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യവും നമ്മൾ നേടിയെടുക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ആഗ്രഹമുണ്ട്? മടി മാറ്റണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് മടി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുക? അതും ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്ന ഒരൊറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് മടി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഒരൊറ്റ ദിവസം കൊണ്ടൊക്കെ എങ്ങനെയാണ് മടി മാറ്റാനായിട്ട് സാധിക്കുക? ഞാനാണെങ്കിൽ വർഷങ്ങളായിട്ട് കാത്ത് പരിപാലിച്ച് കൊണ്ടുപോകുന്ന എൻ്റെ മടിയാണ്. അപ്പോൾ അതെങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് മാറും? അപ്പോൾ മാറും മക്കളെ. ഇത് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരൊറ്റ ദിവസം മാത്രം മിസ് ഇപ്പോൾ ഈ പറയുന്ന രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാകും. എല്ലാ ദിവസവും നിങ്ങൾക്ക് ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ വേണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ വന്നു തുടങ്ങും. ഓക്കെ, അപ്പോൾ ഒരൊറ്റ ദിവസത്തേക്ക് മാത്രം എന്ത് ചെയ്യുക? ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ കാര്യം, നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു മോർണിംഗ് റൂട്ടീനിൽ തന്നെ നമ്മൾ പല മാറ്റങ്ങളൊന്ന് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഭയങ്കര എനർജി ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെയുള്ള ആ ഒരു ആവേശം തന്നെ വരും. ഓക്കെ, അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വേണം കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ നമ്മൾ അലാറം വെച്ചിട്ട് എണീക്കില്ലേ? അപ്പോൾ രാവിലെ എപ്പോഴും അത്യാവശ്യം ഒരു മാക്സിമം നിങ്ങൾ പറ്റുന്ന പോലെ ഒരു 7 മണിക്കെങ്കിലും എന്ത് ചെയ്യുക? അറ്റ്ലീസ്റ്റ് എഴുന്നേൽക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, നേരത്തോടെ എഴുന്നേൽക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ആ സമയത്ത് തന്നെ എഴുന്നേറ്റുള്ളൂ. ഇനി അഥവാ നല്ല ലേറ്റ് ആയിട്ട് പോകണ്ട, രാത്രിയൊക്കെ ഏകദേശം നേരത്തോടെ തന്നെ കിടന്നുറങ്ങി രാവിലെ ഏകദേശം ഒരു 7 മണിക്കെങ്കിലും അറ്റ്ലീസ്റ്റ് എഴുന്നേൽക്കാനായിട്ട് നോക്കുക. പിന്നെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്കൊരു ശീലം ഉണ്ട് അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? അലാറം കേൾക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് നേരം കൂടെ 5 മിനിറ്റും കൂടെ കിടന്നുറങ്ങാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഓഫ് ചെയ്യും. വീണ്ടും 5 മിനിറ്റ് അല്ലേ, പ്ലീസ് എന്ന് നമ്മൾ എന്ത് ചെയ്യും? 5 മിനിറ്റ് കിടന്നുറങ്ങും. മിസ്സും ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് മിസ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ആക്ച്വലി ഒരിക്കലും നല്ലൊരു കാര്യമില്ല. അത് നമ്മുടെ എനർജി നമുക്ക് വിചാരിക്കും അയ്യോ കുറച്ച് നേരം കൂടെ കിട്ടുമല്ലോ, അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ അത് നമ്മുടെ എനർജി അത് ഡൗൺ ആക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഇങ്ങനെ 5 മിനിറ്റ് കൂടെ കിടന്നുറങ്ങാം, 5 മിനിറ്റ് കൂടെ കിടന്നുറങ്ങാം, ആ ഒരു പരിപാടി നമുക്ക് വേണ്ട. അലാറം കേട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ എന്ത് ചെയ്യുക? എണീക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയവർക്ക് ഒറ്റയടിക്ക് തന്നെ എഴുന്നേൽക്കാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബെഡൊക്കെ അവിടെ ഇവിടെ കലങ്കോലമായിട്ടായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. നമ്മുടെ ബെഡ്ഷീറ്റ് വേറെ, നമ്മുടെ തലണ വേറെ, അങ്ങനെ പലതരത്തിലായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മുടെ ബെഡൊക്കെ എന്ത് ചെയ്യുക? നല്ല ക്ലീൻ ആക്കി വെക്കാം. ഓക്കെ, അപ്പോൾ അതെല്ലാം അതും കറക്റ്റ് ഓർഡർ ആക്കി. അപ്പോൾ അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഒരു ഫ്രഷ് ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് കൂടാതെ തന്നെ എന്ത് ചെയ്യുക? വേഗം തന്നെ പോവുക, പല്ലൊക്കെ തേക്കുക. പിന്നെ അതേപോലെ നല്ല ഫ്രഷ് ആവുക. രാവിലെ കുളിക്കാനൊക്കെ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ കുളിക്കുക. ഇനിയിപ്പോൾ പറയുകയാണ് പക്ഷേ രാവിലെ ഭയങ്കര തണുപ്പാണ് അല്ലേ, പ്രത്യേകിച്ച് ഈ മഴക്കാലത്തേക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ കുളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അറ്റ്ലീസ്റ്റ് മുഖങ്ങളൊക്കെ ഒന്ന് കഴുകി നല്ലൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, റെഡി. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യാം? രാവിലെ എപ്പോഴും നിങ്ങൾ കുറേ സമയം ഇപ്പോൾ വർക്കൗട്ട് ചെയ്യണം, അങ്ങനെ കുറേ സമയം ചെയ്യണമെന്നൊന്നും മിസ് പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക? രാവിലെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോവുക, ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാനൊക്കെ പോവുക, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ രാവിലെ യോഗയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ യോഗയൊക്കെ ചെയ്യുക. ഇപ്പോൾ ആക്ച്വലി നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലതാണ് നിങ്ങൾ പുറത്തൊക്കെ പോയിട്ടാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഓക്സിജനൊക്കെ നമുക്ക് അല്ലേ, നമ്മളിങ്ങനെ ഓടുന്ന സമയത്ത് അല്ലെങ്കിൽ നടക്കുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ഡീപ് ബ്രെത്തൊക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം ഓക്സിജനൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറേയും കൂടെ എനർജറ്റിക് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഇങ്ങനെ നടക്കാനൊക്കെ പോവുക, അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇരുന്നിട്ട് സ്ട്രെച്ച് ചെയ്യുക, അല്ലെങ്കിൽ യോഗ ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ഒരു ചിന്ന എക്സസൈസ് കുറച്ച് നേരം, ഓക്കെ, ഒരു ഇച്ചിരി നേരം ട്രൈ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുക? രാവിലെ തന്നെ നമുക്ക് ആ ഒരു ദിവസം നല്ല സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇത് മിസ് ചെയ്ത പരിപാടിയാണ് കേട്ടോ. നമ്മൾ മോട്ടിവേഷണൽ സോങ്സ് കേൾക്കും. ഇപ്പോൾ രാവിലെയൊക്കെ ഇപ്പം നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിലെ ഒരു സോങ് ഉണ്ടല്ലോ അല്ലെ, എന്നിലിരിഞ്ഞു തുടങ്ങത്തിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടില്ലേ എൻ്റെ മോനോ, അത് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? രാവിലെ തന്നെ ആ ഒരു മോട്ടിവേഷൻ സോങ്സ് ഒക്കെ വെച്ച് അങ്ങോട്ട് തുടങ്ങുക. അപ്പോൾ നമുക്കൊരു ഉഷാർ അങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം നല്ല അല്ലെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ആക്കി മാറ്റണം എന്നൊക്കെയുള്ള ആ ഒരു സംഭവമൊക്കെ നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും? വീണ്ടും ഒരു ആവേശം കൂടാനായിട്ട് നല്ലതാണ്. ഓക്കെ, രാവിലെ കുറച്ച് മോട്ടിവേഷൻ സോങ്സ് ഒക്കെ കിട്ടി അങ്ങനെ എനർജി അങ്ങോട്ട് കൂട്ടാം. ഓക്കെ, ബാറ്ററി ലെവൽ അങ്ങോട്ട് കൂട്ടാം. പിന്നെ അതേപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഈ രാവിലെ തന്നെ പൊറോട്ട അത് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും എൻ്റെ കുട്ടികൾ കഴിക്കരുത്. ഭയങ്കര ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും കഴിക്കേണ്ട. രാവിലെ എപ്പോഴും ഇത് ചെയ്യുക? ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിൾ ആക്കി വെക്കാം. ഓക്കെ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒന്നും എന്ത് ചെയ്യരുത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കരുത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത്
ഓക്കെ, അതായത് നിങ്ങൾ ചിലപ്പോൾ രാവിലെ പഠിക്കാനിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി പഠിക്കാനിരിക്കുന്നവരായിരിക്കും. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക്, അതിപ്പോൾ മിസ് ഇപ്പോൾ ഒരു ടൈമായിട്ട് പറയുന്നില്ല, കാരണം ഓരോരുത്തരും പഠിക്കുന്ന ടൈം വേറെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് ഒരുപാട് ഇരുന്ന് അങ്ങനെ പഠിക്കാമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു പഠിത്തം അല്ലേ, ചില നേരം നമുക്കൊരു ആവേശമൊക്കെ കയറിയിട്ട് നമ്മളങ്ങനെ ഇരിക്കും. പക്ഷെ അത് നമുക്കൊരു പഠിക്കണമല്ലോ എന്നൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് പോലെയായിട്ട് അങ്ങനെ മാറും. അപ്പോൾ അങ്ങനെ നിൽക്കേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട്, അതായത് ഇപ്പോൾ ഒരു 25 മിനിറ്റ്സ് വെച്ച് പഠിക്കാം. ഓക്കെ, ഒരു 25 മിനിറ്റ് പഠിക്കുക. പിന്നെ അതേപോലെ അതിനെയാണ് നമ്മൾ പോമോഡോറോ ടെക്നിക്ക് എന്നൊക്കെ പറയുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, വീണ്ടും ഒരു 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞാൽ അതൊരു എത്രയോ ഒരു 3 വട്ടമൊക്കെ 2 to 3 വട്ടം അല്ലെങ്കിൽ എന്താ പറയുക 3 വട്ടം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതലൊരു ബ്രേക്ക് എടുത്തോ. ഓക്കെ, അപ്പോൾ ബ്രേക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആ സമയത്ത് നമ്മൾ സീരീസോ അല്ലെങ്കിൽ വലിയ വലിയ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ബ്രേക്ക് നീണ്ടു പോകും. ഓക്കെ, അങ്ങനെ നീളാതിരിക്കാനായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. എപ്പോഴും നമുക്ക് ഒരു ടൈമറൊക്കെ ഫിക്സ് ചെയ്യുക. ആ ടൈമർ എന്ത് ചെയ്യുക, ടൈമർ കറക്റ്റായിട്ട് തന്നെ അല്ലെ നമുക്ക് നമ്മൾ വിചാരിച്ച ടൈമിനുള്ളിൽ തന്നെ തീർക്കാനായിട്ട് നോക്കാം. ഓക്കെ, പിന്നെ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഡിസ്ട്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മടി കുറച്ച് വളരെയധികം കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോഴാണ് നമുക്ക് അതിനെ കാണാനായിട്ടുള്ള ഒരു ത്വര കൂടുതൽ അല്ലേ, എന്തായിരിക്കും വന്നത്, ആരായിരിക്കും ഇപ്പോൾ മെസ്സേജ് അയച്ചതെന്നുള്ള ആ ഒരു ത്വര നമുക്ക് കൂടുതലായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുക, കുറച്ച് നേരത്തേക്ക് നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ, മിസ് ഇൻസ്റ്റഗ്രാം നോക്കണ്ടെന്നോ ഒന്നും പറയുന്നില്ല, എല്ലാത്തിനും ടൈം കണ്ടെത്തണം. ഓക്കെ, എല്ലാത്തിനും ടൈം കണ്ടെത്തണം, പക്ഷെ പഠിക്കാനിരിക്കുന്ന സമയത്ത് വൃത്തിയായിട്ട് പഠിക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓഫ് ആക്കി വെച്ച് നമുക്ക് മാക്സിമം മെജോറിറ്റി ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എന്താ പറയുക വലിയ വലിയ ടാസ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ഇപ്പം നിങ്ങൾക്ക് വലിയൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്, എങ്ങനെ പഠിക്കണം എന്നൊരു ഐഡിയ ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്കിങ്ങനെ വലിയൊരു കാര്യം ചെയ്യാനുണ്ടെന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മടിയായിരിക്കും, അത് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ അത് പറയുമ്പോൾ തന്നെ നമുക്ക് മടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ആ വലിയൊരു ടാസ്കിനെ ഷോർട്ടാക്കി മാറ്റാം, ചെറിയ സിമ്പിൾ ടാസ്ക് ആക്കി മാറ്റാം. ഇപ്പം ഫോർ എക്സാമ്പിൾ വലിയൊരു ചാപ്റ്റർ എന്ത് ചെയ്യുക, വളരെ കുട്ടി ടോപ്പിക്സ് ആക്കി മാറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓക്കെ ഇത്ര പഠിച്ചാൽ പോരെ എന്നുള്ള രീതിക്ക് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വലിയ ടാസ്ക് ഒക്കെ എന്ത് ചെയ്യുക, സിമ്പിൾ ടാസ്ക് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഓരോന്നായിട്ട് എന്ത് ചെയ്ത് പതിയെ ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ മടിയൊക്കെ മാറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഇരിക്കും അല്ലേ. മാക്സിമം ഈ നാളെ ചെയ്യാന്നുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് എപ്പോഴും എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അല്ലേ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് പഠിക്കാനിരിക്കുന്നുള്ളൂ എന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് പഠിച്ചോളും. അപ്പം മാക്സിമം എന്ത് ചെയ്യുക, നാളത്തേക്ക് എന്നുള്ള പരിപാടിയും ഒന്ന് നിർത്തി വെച്ചിട്ട് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഇന്ന് ഞാൻ ഇരിക്കുന്നു പക്ഷെ ഞാൻ കുറച്ച് നേരം ഇരിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇരുന്നാൽ മതി. ആദ്യത്തെ ഒരു 5 മിനിറ്റ്സ് കുറച്ച് നേരം നോക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. അപ്പം പിന്നെ നമുക്ക് എന്ത് തോന്നിക്കോളും, ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോന്നോളും. പഠിക്കാനിരിക്കാനാണ് ഒരു പ്രയാസം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് തന്നെ ഡെഡ് ലൈൻ വയ്ക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു അലാറം സെറ്റ് ചെയ്ത് വെക്കുക, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇത്രയും സമയത്തിനുള്ളിൽ ഞാൻ ഈ പോർഷൻസ് മുതൽ ഇവിടം വരെ തീർക്കും എന്നുള്ള രീതിക്ക് ഒരു ഡെഡ് ലൈൻ വെക്കുക. അങ്ങനെ ഡെഡ് ലൈൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വാശിയോട് കൂടെ പഠിക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് നിങ്ങൾ സാധാരണ വെറുതെ ഇരുന്ന് ഇങ്ങനെ പഠിക്കുന്നതിന് എന്താണ് പറഞ്ഞിട്ട് ഇങ്ങനെ പഠിക്കുന്നതിനേക്കാളും ഇങ്ങനെ ഡെഡ് ലൈൻ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ കുട്ടികൾക്ക് വേഗം പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയൊക്കെ, നിങ്ങൾ മടി പിടിച്ചിരുന്ന ആൾക്കാരാണ്, പക്ഷേ നിങ്ങൾക്ക് എന്ത് വരും, ഒരു വാശിയൊക്കെ വരും. ആ വാശി ഉണ്ടെങ്കിൽ തന്നെ മടി അങ്ങോട്ട് മാറിക്കോളും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് റിവാർഡ് യുവർ സെൽഫ്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ നമ്മളെ ഇങ്ങനെ എന്താ പറയുക, സംഭവമായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഞാൻ സംഭവം തന്നെ അല്ലേ, നമുക്ക് ഭയങ്കര അത് വീണ്ടും ചെയ്യാനായിട്ട് തോന്നും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ ഒരു കാര്യം പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ അത് കറക്റ്റ് ആക്കണം. നിങ്ങളോട് തന്നെ കള്ളത്തരം കാണിക്കാൻ പാടില്ല. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഒരു ഡെഡ് ലൈൻ വെച്ചു, അതിനുള്ളിൽ നമ്മൾ പഠിച്ച് തീർത്തു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളൊന്നും വെക്കണ്ട, ഇടയിൽ നമ്മൾ ബ്രേക്കൊക്കെ കൊടുത്ത് പറ്റുന്ന കാര്യങ്ങൾ തന്നെ കൊടുത്താൽ മതി. അത് നമ്മൾ ചെയ്തു എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് റിവാർഡ് കൊടുക്കാം. അത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ഗെയിം, അല്ലെങ്കിൽ ഞാൻ ഇത്ര മുതൽ ഇത്ര വരെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയം ഞാൻ വീഡിയോ ഗെയിം കളിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള റിവാർഡ്സ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ഉറങ്ങുന്ന സമയത്ത് രാത്രി ആകുമ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങൾ അന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അതായത് നിങ്ങൾ ഇന്നത്തെ ദിവസം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നേടിയെടുത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാതിരുന്ന ആ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഞാൻ പഠിച്ചെടുത്തു, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പോർഷൻസ് ഞാൻ കവർ ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ അന്നേരം ചെയ്ത് ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ചെയ്തെടുത്ത മാറ്റം
മാറ്റങ്ങൾ എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഓ ഞാൻ ഇന്നത്തെ ദിവസം കൊണ്ട് ഇന്നത്തെ ഞാൻ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ആയിട്ട് മാറി, എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഞാൻ മടിയൊന്നും പിടിച്ചിരുന്നില്ല, ഞാൻ ഗുഡ് ബോയ് അല്ലെങ്കിൽ ഗുഡ് ഗേൾ ആയിരുന്നു അല്ലേ, ഞാൻ ഇന്ന് അടിപൊളിയായിട്ട് അല്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ളത് അല്ലേ. അറ്റ്ലീസ്റ്റ് ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ അന്നത്തെ ദിവസം ചെയ്ത് 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മടി വരാനുള്ള പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ അടുത്ത ദിവസം ചെയ്യേണ്ടതെന്നുള്ള നമുക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, എന്താപ്പം ചെയ്യേണ്ടത് ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം അങ്ങനെയാണ് നമുക്ക് കൂടുതൽ മടിയൊക്കെ വരുന്നത്. എന്താപ്പം ചെയ്യേണ്ടത്, അത് ചെയ്യണോ അല്ലെങ്കിൽ ഇത് ചെയ്യണോ, ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, തലേ ദിവസം തന്നെ അടുത്ത ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ലിസ്റ്റ്, ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. അത് ലിസ്റ്റ് കറക്റ്റായിട്ട് പ്ലാൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം കറക്റ്റായിട്ട് എണീറ്റിരിക്കും, അടിപൊളിയായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കും, മടി ഉണ്ടാവേയില്ല. ഓക്കെ, ദെൻ അതേപോലെ തന്നെ എന്താ ചെയ്യുക, രാത്രി ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുന്നോ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നോ ഫോണൊക്കെ മാറ്റി വയ്ക്കുക. എന്നാലാണ് നമുക്ക് ഉറക്കം വരുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഉറക്കം വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നതോറും നമുക്ക് ഉറങ്ങാനുള്ള അല്ലേ കുറേ സമയം എടുക്കും നമ്മൾ ഉറങ്ങാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ടൈമിനും ഉറങ്ങാൻ വിചാരിക്കുന്ന ടൈമിനും അരമണിക്കൂർ മുന്നേ ഫോണൊക്കെ മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും എൻ്റെ കുട്ടികൾക്ക് വേണമെന്നാണെന്നുണ്ടെങ്കിൽ മറക്കാതെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഫുൾ സപ്പോർട്ടാണ് വേണ്ടത്. അതായത് നിങ്ങൾക്ക് ഇതിപ്പോൾ നമ്മൾ മിസ് മടി മാറ്റാനുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് പഠിക്കേണ്ടത് എന്നുള്ള മിസ് പറഞ്ഞു തന്നിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഒരു ഫുൾ സപ്പോർട്ടോട് കൂടെ പഠിക്കണം. കറക്റ്റ് ടൈം ടേബിളൊക്കെ അനുസരിച്ച് നിങ്ങൾ സെപ്പറേറ്റ് ടൈം ടേബിൾ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ നിങ്ങൾക്ക് ടൈം ടേബിളൊക്കെ തരും. ഓരോ ദിവസം എന്തൊക്കെ കാണണം എന്നുള്ള കറക്റ്റ് ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചസ് ഉണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന നിങ്ങൾക്കായിട്ടുള്ള ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, അതേപോലെ തന്നെ PDF ആയിട്ട് ക്ലാസ് നോട്ടുകൾ ഉണ്ടായിരിക്കും, ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എക്സാംസ് നടത്തും, അതേപോലെ തന്നെ മോഡൽ എക്സാംസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാതും അടങ്ങുന്നതാണ് നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഈ താഴെ കാണുന്ന നമ്പറിൽ ഒരു ഹായ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി മുതൽ നമ്മൾ എന്തല്ല, നമ്മൾ മടിയന്മാരല്ല, അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ല ഓരോ ദിവസം നല്ല പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യും. ഓരോ ദിവസം നല്ല ഹാപ്പി ആയിട്ടിരിക്കട്ടെ. മടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇപ്പോൾ മുതൽ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ റെഡി മിസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതും കൂടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.